പാലക്കാട് CPI കൊഴിഞ്ഞുപോക്ക്. പാർട്ടി വിട്ടവർ സേവ് CPI എന്ന പേരിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് CPI മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാലോട് മണികണ്ഠൻ പറഞ്ഞു. യോഗം കൂടി ആർക്ക് പുതിയ മെമ്പർഷിപ്പ് കൊടുക്കണം, ആരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കണം എന്ന് ആലോചിച്ച് ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും കൂടി ആലോചിച്ച് ഇന്നയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, ഇന്നയാളെ മെമ്പർഷിപ്പ് എന്ന പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ട് മാറ്റണം എന്ന് തീരുമാനിക്കുന്നതിന് വ്യത്യസ്തമായി ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് കൊടുത്തോ എന്ന് ഉള്ള രീതി ശരിയാണെന്ന് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ആ മഹാൻ പറയുകയാണത്രേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് CPIയുടെ മെമ്പർഷിപ്പ് ആർക്ക് വേണമെങ്കിലും കിട്ടും. വഴിയിലൂടെ പോകുന്നവരും കൊട്ടാൻ പോകുന്നവരും ആടാൻ പോകുന്നവരും പാട്ടുപാടാൻ പോകുന്നവരും എങ്ങനത്തോടായാലും വേണ്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കിട്ടും. നല്ല ജില്ലാ സെക്രട്ടറിയാണ്, സംഘടനാ കമ്മിറ്റിയിൽ അംഗമാണ്, കേരളത്തിൽ ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എങ്ങനെ വേണമെങ്കിലും കിട്ടുമെന്ന് ബ്രാഞ്ച് സെക്രട്ടറിയോട് പറയുകയാണ്. ആ ബ്രാഞ്ച് സെക്രട്ടറി മൂക്കത്ത് വരെ വെച്ചു. എനിക്കതിനൊരു അത്ഭുതം തോന്നിയില്ല. നിഖിൽ പ്രമേഷ് പാലക്കാടും ചെയ്യുന്നു. നിഖിൽ, ഈ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്കുള്ളിൽ നിന്ന് മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഈ മണികണ്ഠന്റെ വാക്കുകളിൽ നിന്നാണെങ്കിൽ സെക്രട്ടറിയുടെ ഒരു ഏകാധിപത്യ പ്രവണത അത് തന്നെയാണ് ഒരു പുതിയ പാർട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രത്യേകിച്ച് പാലക്കാടാവുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ വരുന്നൊരു സാഹചര്യമുണ്ട്. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും സുഹൈൽ, പാർട്ടി ഏറ്റവും കെട്ടുറപ്പോടുകൂടി മുന്നണി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിലാണ് ഇത്തരത്തിൽ CPI കനത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പ്രവർത്തകർ ഇങ്ങനെ ഓരോ ദിവസവും പാർട്ടി വിടുന്ന സാഹചര്യം, അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചവർ മാറി നിൽക്കുന്ന സാഹചര്യം, വിമതരാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ മണ്ണാർക്കാട് ചേർന്നിട്ടുള്ള വിമത യോഗത്തിൽ ഏതാണ്ട് 500-ൽ പരം ആളുകളാണ് പങ്കെടുത്തത്. 500-ൽ പരം പേർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇവർ തീരുമാനമെടുത്തിട്ടുള്ളത്. സേവ് CPI എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കുമെന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാലോട് മണികണ്ഠൻ ഇന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം അവിടെ വിളിച്ചു ചേർത്തിട്ടുള്ള പൊതുയോഗത്തിൽ തന്നെ ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഏകാധിപത്യ പ്രവണത, നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഇവർ രംഗത്തെത്തുന്നത്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നുള്ള കൃത്യമായ സൂചന അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രൂപം നൽകിയിട്ടുള്ള സേവ് CPIയുടെ സെക്രട്ടറിയായി പാലോട് മണികണ്ഠനും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി കൊടിയിൽ രാമകൃഷ്ണനും രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 45 അംഗ കമ്മിറ്റിയും ഇതിനോടകം തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടും, അത്തരത്തിലുള്ള അതൃപ്തി ആളുകൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും പാർട്ടിയിൽ നിന്നുള്ള രാജി തുടരുമെന്നാണ് ഈ പാർട്ടി വിട്ട ആളുകൾ നൽകുന്ന സൂചന. സുഹൈൽ, അസന്തുഷ്ടരും പാർട്ടിയിൽ അതൃപ്തിയുള്ളവരും ചേർന്ന് സേവ് CPI എന്ന രീതിയിൽ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നിലവിലെ സെക്രട്ടറിയുടെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊഴിഞ്ഞുപോകുന്ന പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു പാർട്ടി, അതാണ് CPIയുടെ പുതിയ വിഭാഗം പദ്ധതി ഇട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയൊരു പ്രതിസന്ധി LDFൽ അത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം.